ഹലോ, ഇറ്റ്സ് മീ അപർണ, പ്യുവർലി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നൊരു അവകാഡോ വരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് പടങ്ങളൊക്കെ വരച്ച് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ സ്കെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം, നമ്മുടെ ബ്ലൂബെറിയുടെ പടം കണ്ടപ്പോൾ ഒരു വരയ്ക്കണമെന്ന് തോന്നിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എന്നാൽ അവകാഡോ ചെയ്യുമോ എന്ന് ചോദിച്ച ഒരാൾ ചോദിച്ചപ്പോൾ അത് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ പക്ഷേ അതിലേക്ക് നമ്മൾ പടം വരയ്ക്കുന്നവർക്കാണെങ്കിൽ അറിയാം, നമുക്കത് ചെയ്ത് തുടങ്ങുമ്പം ഒരു ഹോപ്പും ഇല്ലാതെ തുടങ്ങിയാൽ പോലും അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ അതിൻ്റെ ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കും. കളേഴ്സ് മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിലൊരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫും അങ്ങനെയല്ലേ. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മളതിനെ ഒന്ന് സ്ലോ പ്രോസസ്സാക്കി അതിനെ ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കി കൊടുത്ത ലൈഫൊന്ന് നമ്മൾ ഒരുപാട് ധൃതിപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഒന്ന് പതുക്കെ കാര്യങ്ങളെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലൊന്ന് ക്ലാരിറ്റി വരും. ബുദ്ധൻ്റെ ഒരു കഥ ഞാൻ പണ്ടിവിടെ കേട്ടിട്ടുണ്ട്. ഈ നമ്മൾ ചെളി കലർന്ന ഒരു വെള്ളം തെളിഞ്ഞ് കാണണമെങ്കിൽ അതിനെ നമ്മളൊന്ന് അനക്കാതെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആവും. അതുപോലെയാണ് ലൈഫും. പടത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അവകാഡോയുടെ ആദ്യം ബോർഡറൊക്കെ കൊടുത്തു. പിന്നെ അതിന് ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ ആ ഒരു അവകാഡോയുടെ ഷേപ്പിൽ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടി യെല്ലോ ചേർത്ത് അതിൻ്റെ നട്ടിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ബ്രൗൺ കളറും കൊടുത്തു. പിന്നെ അടുത്ത ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് അതിൽ എവിടെയൊക്കെയാണ് വേണ്ടുന്നത്, മറ്റ് കളേഴ്സ് യെല്ലോയൊക്കെ വേണ്ടുന്ന ഭാഗങ്ങളിൽ അതൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കുറച്ചും കൂടെ 3D എഫക്റ്റിലേക്ക് വരും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹേമയുടെ പ്രോഡക്റ്റാണ്, ഹേമയുടെ ഗോഷിയ പെയിൻറ്റ്സ്. അപ്പോൾ ഇത് ഭയങ്കര സ്മൂത്താണ് വരയ്ക്കാൻ. അതുപോലെ തന്നെ ബ്രഷും ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല പെയിൻ്റാണ്. വളരെ രസമാണ് ആ പെയിൻ്റ് കൊണ്ട് വരയ്ക്കാൻ. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഓരോ കളേഴ്സ് നമ്മൾ സാധാരണ നമ്മുടെ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ വാട്ടർ കളർ ഒരു ഷെയ്ഡ് ഉണങ്ങി അല്ലെങ്കിൽ ഒരു ഷെയ്ഡിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് പോകേണ്ടതാണെങ്കിൽ അതിനോട് ചേർത്ത് തന്നെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ വാട്ടർ കളർ പെയിൻറ്റ്സ് ചെയ്തിടാം. അപ്പോൾ മനസ്സിലാവും. ഇത് എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ അതിൽ വരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത കളർ അതുമായിട്ട് ചേർക്കുമ്പോൾ നമ്മളത് ഉണങ്ങിയിട്ട് എന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെയിൻറ്റ്സ് പൊതുവേ നമുക്ക് അടുത്ത കളറുമായിട്ട് ബ്ലെൻഡ് ആവും. പക്ഷേ ഇത് വളരെ സ്മൂത്തായിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ലൈറ്റ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് 3D എഫക്റ്റ് കൊടുക്കുന്ന ഈ ഒരു വൈറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇങ്ങനെ ഒന്ന് അവിടെ നമ്മൾ കണ്ടിട്ടില്ല, അവകാഡോയുടെ മുകളിൽ പൊതുവെ ഒരു തിളക്കം ഉണ്ടാവും. ആ ഒരു തിളക്കം വരുന്നത് ഇങ്ങനെ വൈറ്റ് ഷെയ്ഡുകൾ നമ്മൾ നോക്കി വരയ്ക്കുന്നത്, ഞാൻ നോക്കി വരയ്ക്കാറേ ഉള്ളൂ, അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നി അങ്ങനെ വരയ്ക്കാറില്ല. ഞാനെപ്പോഴും പിൻട്രസ്റ്റിൽ നിന്ന് വല്ലതും ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ് നോക്കി വരയ്ക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കി വരയ്ക്കുമ്പോൾ നമ്മൾ ഈ അതിലെവിടെയാണോ ലൈറ്റ് ഷെയ്ഡ് കാണുന്നത് അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കാണിച്ചേക്കും, അത് അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എഫക്റ്റ് നല്ലോണം കിട്ടും, 3D എഫക്റ്റ്. പിന്നെ ഈ അവകാഡോയുടെ അത് മുറിച്ച് വെച്ചിരിക്കുന്ന പോലൊരു പടമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ മറ്റേ ഭാഗമാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ ബ്രഷും ഭയങ്കര രസമാണ് ഈ ഹേമയുടെ.
എൻ്റെ കുറച്ച് ലോക്കൽ ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് തോന്നും. ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നന്നായിട്ട് അല്ലെങ്കിൽ നന്നായി ബ്ലെൻഡ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ യെല്ലോ കളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ആ ഒരു ഷെയ്ഡ് കൊടുത്ത് അതിൻ്റെ ലൈറ്റായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനെ ഡാർക്ക് ആക്കി എടുക്കുകയാണ്. പാലറ്റിലെ എല്ലാ കളേഴ്സും ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് തപ്പി പോകണ്ട. കറക്റ്റായിട്ട് അതിൻ്റെ അടുത്ത ഷെയ്ഡുകൾ എനിക്ക് ആ ഒരു പാലറ്റിൽ, ഇതൊരു 48 കളേഴ്സിൻ്റെ ഒരു പാലറ്റായിരുന്നു. അപ്പോൾ അതിൽ അത്രയും കളേഴ്സ് തന്നെ ഉണ്ടായതുകൊണ്ടും നന്നായിരുന്നു ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അവകാഡോ വരച്ചതിൽ. അതായത് വരച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരു 3D രീതിയിൽ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അത് ഇങ്ങനെയായി വരുമെന്നുള്ളതിൽ ഭയങ്കര എക്സൈറ്റഡായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ ഒരു പ്രോസസ്സിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ട് എൻജോയ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.